ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. തീരെ അപ്രതീക്ഷിതമായി ഒന്നിന് പകരം 2 പ്രൊമോ വീഡിയോകളാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റേതായി ഏഷ്യാനെറ്റ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി 6 ദിവസങ്ങൾ മാത്രം ബാക്കി എന്ന് ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രൊമോ വീഡിയോ ആണ് ആദ്യത്തേത്. രണ്ടാമത്തെ പ്രൊമോ വീഡിയോ ശരിക്കും ട്വിസ്റ്റ് തന്നെയാണ്. ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരിക്കുന്ന കോമണേഴ്സ് ആരൊക്കെയാണെന്ന് അവരുടെ വീഡിയോ സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കണ്ടസ്റ്റൻസിൻ്റെ പേര് വിവരങ്ങൾ നേരിട്ട് പ്രേക്ഷകരിൽ ഷോ തുടങ്ങുന്നതിന് മുൻപായി എത്തിക്കുന്നത്. എല്ലാ തവണയും ബിഗ് ബോസിൻ്റെ പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ ഇത്തവണ ബിഗ് ബോസിൽ ആരൊക്കെയുണ്ടാകും എന്നതാണ് ആരാധകർക്കിടയിലെ ചോദ്യം. ഇത്തവണയും അതുതന്നെയായിരുന്നു എല്ലാവരും ചോദിച്ചു കൊണ്ടിരുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഷോയിലെ മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. യൂട്യൂബർമാരും മുൻ ബിഗ് ബോസ് താരങ്ങളുമെല്ലാം തങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളുമായി എത്തിയിരുന്നു. എന്നാൽ ഇത്തവണ പ്രൊമോകളുടെ വരവ് കുറഞ്ഞുപോയി എന്നൊരു പരാതി കൂടി പ്രേക്ഷകർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ അപൂർവ പ്രഖ്യാപനവുമായി പ്രേക്ഷകർക്ക് വൻ സർപ്രൈസ് നൽകിയിരിക്കുകയാണ് അവതാരകനായ മോഹൻലാൽ. ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോ വീഡിയോയിലൂടെ മത്സരാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് മുമ്പ് തന്നെ ആദ്യത്തെ 2 മത്സരാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണക്കാരുടെ പ്രതിനിധികളായി എത്തുന്ന 2 മത്സരാർത്ഥികളുടെ പേര് വിവരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റസ്ബിൻ ബോയ്, നിഷാന എന്നീ 2 കോമണർ മത്സരാർത്ഥികളാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഉണ്ടാവുക. കായികാധ്യാപികയും ബൈക്ക് റൈഡറുമാണ് റസ്മിൻ ബായ്. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിഷാന. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല. ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നവരിൽ സാധാരണക്കാരായ 2 പേർ ഉണ്ടാവും. ഇവരെയാണ് പുതിയ പ്രൊമോയിലൂടെ പരിചയപ്പെടുത്തിയത്. എല്ലാവരും കാത്തിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്നറിയാനാണ്. സാധാരണക്കാരിൽ നിന്നും തിരഞ്ഞെടുത്ത ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇവരൊക്കെയാണ് എന്ന് മോഹൻലാൽ പറയുന്നിടത്താണ് പ്രൊമോ ആരംഭിക്കുന്നത്. എന്നാൽ ലാലേട്ടൻ്റെ ശബ്ദം മാത്രമേ പ്രൊമോ വീഡിയോയിലുള്ളൂ. മോഹൻലാലിനെ കാണിക്കുന്നില്ല. എങ്കിലും പുതിയ മത്സരാർത്ഥികളെ പ്രൊമോ വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവർ തന്നെയാണ് പ്രൊമോ വീഡിയോ കൊണ്ടുപോകുന്നതും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് റസ്മിൻ. ഒപ്പം റൈഡിങ്ങിനോട് അതിയായ താല്പര്യമുള്ള ആളുമാണ് താനെന്നും റസ്മിൻ പ്രൊമോ വീഡിയോയിൽ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. നിഷാന എൻ ആണ് 2ാമത്തെ കോമണർ എന്നും എപ്പോഴും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന താനൊരു ഫ്രീക്കത്തി വീട്ടമ്മയാണെന്നും നിഷാന തന്നെ പരിചയപ്പെടുത്തുന്നു. മാ മധുര അന്നക്കൊടി എന്ന സോങ്ങിൻ്റെ അകമ്പടിയിൽ നൃത്തച്ചുവടുകൾ വയ്ക്കുന്നുണ്ട് റസ്മിൻ. ആയിരക്കണക്കിന് സാധാരണക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷവും അഭിമാനവും എന്ന് 2 പേരും കൂടി ചേർന്ന് പറയുന്നുണ്ട്. എന്നാലൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ലാലേട്ടൻ വന്ന് ചോദിക്കുന്നു. അവിടെ ലാലേട്ടനെ കാണിക്കുന്നുമുണ്ട്. അത് കഴിയുമ്പോൾ മാറ്റിപ്പിടിക്കാൻ ഞാനും ഉണ്ടാവും എന്ന് റസ്ബിനും നിഷാനും ഒരുമിച്ച് നിന്ന് പറയുന്നിടത്താണ് പ്രൊമോ വീഡിയോ അവസാനിക്കുന്നത്. ഒരിക്കലും ഊഹോപോഹങ്ങൾക്കിടയില്ലാത്ത, പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ വരാനിടയില്ലാത്ത 2 പേരായിരുന്നു കോമണർ എന്ന നിലയിൽ ഇവർ 2 പേരും. അവരുടെ പേര് വിവരം തന്നെയാണ് ആദ്യ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഒരു പ്രഡിക്ഷൻസിൽ ഇവർ ഉൾപ്പെടില്ലായിരുന്നു. അത് ആദ്യത്തെ ദിവസം ആ ലോഞ്ചിങ്ങിന് സർപ്രൈസായി വരേണ്ടവരായിരുന്നു കോമണേഴ്സ്. പിന്നെ അവരെ തന്നെ എന്തുകൊണ്ട് റിവീൽ ചെയ്തു എന്നറിയില്ല. അവരെ എന്തായാലും ഒരു സർപ്രൈസാക്കി വയ്ക്കാമായിരുന്നു. ഇനി 6 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന നിലയ്ക്ക് പുതിയ പ്രൊമോ വീഡിയോകൾ പ്രതീക്ഷിക്കാം. വരും പ്രൊമോ വീഡിയോകളിലൂടെ മറ്റ് കണ്ടസ്റ്റൻസിനെയും പരിചയപ്പെടുത്തുമോ അതോ അവരെ രഹസ്യമാക്കി വയ്ക്കുമോ? എന്തായാലും പ്രൊമോ അൺപ്രഡിക്റ്റബിൾ തന്നെയായിരുന്നു. കഴിഞ്ഞ സീസണിലെ പ്രൊമോകളിൽ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ നേരിട്ട് കണ്ടസ്റ്റൻസ് ഇവരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഞാനുമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോഴത്തെ പ്രൊമോ വീഡിയോ. അതുകൊണ്ട് തന്നെ വരും വീഡിയോകളിൽ ഇത്തരത്തിൽ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടുത്തുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ലോഞ്ചിങ് ഡേറ്റിന് മുമ്പ് തന്നെ എല്ലാവരെയും കളത്തിലിറക്കുമോ എന്നും അറിയില്ല. ലോഞ്ചിങ്ങിന് ഇനി ആരെയും പരിചയപ്പെടുത്തേണ്ടി വരില്ലേ? എന്താണ് പുതിയ തരത്തിലുള്ള ഒരു രീതി എന്നും മനസ്സിലാകുന്നില്ല.
എന്തായാലും എല്ലാവരെയും റിവീൽ ചെയ്യുമോ അതോ കുറച്ച് പേരെ മാത്രമേ റിവീൽ ചെയ്യുമോ എന്ന് കണ്ടറിയാം. എന്തായാലും റിവീൽ ചെയ്യാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ 2 പേരായിരുന്നു കോമണേഴ്സ് എന്ന നിലയിൽ ഇവർ 2 പേരും. അവരെ ആദ്യം തന്നെ പുറത്തിറക്കി കാണിച്ചു. അതുകൊണ്ട് തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസും പുറകെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതേ ചൂടും ചടുലതയും ബിഗ് ബോസ് മലയാളം സീസൺ തുടങ്ങുമ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ശരിയായ സമയത്ത് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.